പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് NCERT ടെക്സ്റ്റ് ക്ലാസ് 7ലെ ജിയോഗ്രഫി ചാപ്റ്റർ 4 ആണ്. ഇതിനു മുൻപുള്ള 3 ചാപ്റ്റേഴ്സും നമ്മൾ ഡിസ്കസ് ചെയ്തു. കാണാത്തവർ ദയവായി ആ വീഡിയോ കാണുക. നാം ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്ററിൻ്റെ പേരാണ് എയർ. എയറിനെ കുറിച്ചും അറ്റ്മോസ്ഫിയറിനെ കുറിച്ചും എയർ മൂലം ഭൂമിയിലുണ്ടാകുന്ന ഫെനോമിനാസ് പ്രതിഭാസങ്ങളെ കുറിച്ചുമാണ് ഈ ചാപ്റ്റർ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ആരംഭിക്കാം. ആദ്യമായി എന്താണ് അറ്റ്മോസ്ഫിയർ എന്ന് നോക്കാം. ആൻഡ് അറ്റ്മോസ്ഫിയർ ഈസ് എ ലെയർ ഓഫ് എയർ സറൗണ്ടിങ് അവർ പ്ലാനറ്റ് എർത്ത്. നമ്മൾ ജീവിക്കുന്ന പ്ലാനറ്റായ എർത്തിനെ സറൗണ്ടിങ് ചെയ്തിരിക്കുന്ന ഒരു എയറിൻ്റെ ലെയറിനെയാണ് അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത്. എ ലെയർ ഓഫ് എയർ സറൗണ്ടിങ് അവർ പ്ലാനറ്റ് എർത്ത് ഇസ് കോൾഡ് അറ്റ്മോസ്ഫിയർ. ഓൾ ലിവിങ് ബീയിങ്സ് ഓൺ ദിസ് എർത്ത് ഡിപ്പെൻഡ്സ് ഓൺ ദ അറ്റ്മോസ്ഫിയർ ഫോർ ദെയർ സർവൈവൽ. ഭൂമിയിൽ ജീവിക്കുന്ന എല്ലാ ജീവജാലങ്ങളും ഈ അറ്റ്മോസ്ഫിയറിനെ ഡിപ്പെൻഡ് ചെയ്താണ് ജീവിക്കുന്നത്. ഈ അറ്റ്മോസ്ഫിയർ ഭൂമിക്ക് ചുറ്റും ഉള്ളത് കൊണ്ടിട്ടാണ് ഈ ജീവജാലങ്ങൾക്ക് ജീവിക്കാൻ സാധ്യമാകുന്നത്. It is this mass of air that has made the temperature on the earth livable. ഭൂമിയിലെ ടെമ്പറേച്ചർ, അതായത് താപനില നമുക്ക് ജീവിക്കാൻ തക്ക രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് നിർത്തുന്നത് നമ്മുടെ അറ്റ്മോസ്ഫിയർ ആണ്. അതിനെയാണ് മാസ് ഓഫ് എയർ എന്ന് പറയുന്നത്. അപ്പോൾ അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമിയുടെ ചുറ്റും കാണപ്പെടുന്ന എയറിൻ്റെ ഒരു ലെയറാണ്. ഈ അറ്റ്മോസ്ഫിയർ കൊണ്ടിട്ടാണ് ഭൂമിയിൽ ജീവജാലങ്ങൾ ജീവിക്കുന്നത്. വ്യക്തമായി എന്ന് വിചാരിക്കുന്നു. ഇനി കോമ്പോസിഷൻ ഓഫ് ദ അറ്റ്മോസ്ഫിയർ. അറ്റ്മോസ്ഫിയറിൽ കാണപ്പെടുന്ന വിവിധ ഘടകങ്ങൾ, വാതകങ്ങൾ, ഗ്യാസസ് ഏതൊക്കെയാണ്, അവ എത്ര പെർസെൻറ്റേജ് എല്ലാം കാണപ്പെടുന്നു എന്ന് നമുക്ക് പഠിക്കാം. In the atmosphere, nitrogen and oxygen are found in bulk quantities. അപ്പോൾ അറ്റ്മോസ്ഫിയറിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഘടകങ്ങൾ ഗ്യാസസ് ആണ് നൈട്രജനും ഓക്സിജനും. കാർബൺ ഡയോക്സൈഡ്, ഹീലിയം, ഓസോൺ, ആർഗൺ ആൻഡ് ഹൈഡ്രജൻ ആർ ഫൗണ്ട് ഇൻ ലെസർ ക്വാണ്ടിറ്റീസ്. ഇനി കുറഞ്ഞ അളവിൽ കാണപ്പെടുന്ന ഗ്യാസസ് ഘടകങ്ങളാണ് കാർബൺ ഡയോക്സൈഡ്, ഹീലിയം, ഓസോൺ ആൻഡ് ഹൈഡ്രജൻ. Apart from these gases, tiny dust particles are also present in the air. അപ്പോൾ ഈ പറഞ്ഞ ഗ്യാസസ് അല്ലാണ്ട് ഡസ്റ്റ് പാർട്ടിക്കിൾസും എയറിൽ അടങ്ങിയിരിക്കുന്നു. ഇനി ഓരോന്നിനെ കുറിച്ചും പഠിക്കാം. നൈട്രജൻ ഈസ് ദ മോസ്റ്റ് പ്ലെന്റിഫുൾ ഗ്യാസ് ഇൻ ദ എയർ. നൈട്രജൻ ആണ് അന്തരീക്ഷത്തിൽ, അറ്റ്മോസ്ഫിയറിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഗ്യാസ്. വെൻ വി ഇൻഹെയിൽ വി ടേക്ക് സം എമൗണ്ട് ഓഫ് നൈട്രജൻ ഇൻ ടു അവർ ലങ്സ് ആൻഡ് എക്സൈൽ ഇറ്റ്. അപ്പോൾ നമ്മൾ സാധാരണ റെസ്പിറേഷൻ്റെ സമയത്ത് ഓക്സിജൻ ആണ് അകത്തേക്ക് എടുക്കുന്നത്. ഈ ഓക്സിജൻ്റെ കൂടെ തന്നെ നൈട്രജനും നമ്മുടെ ശരീരത്തിൻ്റെ അകത്തേക്ക് പോവുകയും നമ്മൾ എക്സൈൽ ചെയ്യുമ്പോൾ, പുറത്തേക്ക് ശ്വാസം വിടുമ്പോൾ പുറത്തേക്കും നൈട്രജൻ പോകുന്നുണ്ട്. നൈട്രജൻ ഈസ് എസെൻഷ്യൽ ഫോർ പ്ലാന്റ്സ് ടു സർവൈവ്. സസ്യങ്ങൾക്ക് ജീവിക്കാൻ അത്യാവശ്യമായ ഘടകമാണ് നൈട്രജൻ. ദേ കനോട്ട് ടേക്ക് നൈട്രജൻ ഡയറക്ട്ലി ഫ്രം ദ എയർ. സസ്യങ്ങൾക്ക് നൈട്രജൻ അന്തരീക്ഷത്തിൽ നിന്നും നേരിട്ട് സ്വീകരിക്കാൻ സാധിക്കുകയില്ല. നമ്മൾ സയൻസിലൊക്കെ പഠിച്ചിട്ടുണ്ട്. എ ബാക്ടീരിയ ദാറ്റ് ലീവ് ഇൻ ദ സോയിൽ ആൻഡ് റൂട്ട്സ് ഓഫ് സം പ്ലാന്റ്സ് ടേക്ക് നൈട്രജൻ ഫ്രം ദ എയർ. അപ്പോൾ ചില പയറ് വർഗത്തിൽപ്പെട്ട ലെഗ്യൂമിനസ് പ്ലാന്റ്സിൻ്റെ റൂട്ടിൽ കാണപ്പെടുന്ന ബാക്ടീരിയകളാണ് അറ്റ്മോസ്ഫിയറിൽ നിന്നും ഈ നൈട്രജനെ സ്വീകരിച്ച് നൈട്രജൻ്റെ ഓക്സൈഡ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യുകയും പിന്നീട് ഈ ഓക്സൈഡ്സ് പ്ലാന്റ്സ് വലിച്ചെടുക്കുകയും ചെയ്യുന്നു. ആൻഡ് ചേഞ്ച് ഇറ്റ്സ് ഫോം സോ ദാറ്റ് പ്ലാന്റ്സ് ക്യാൻ യൂസ് ഇറ്റ്. ചേഞ്ച് ഇറ്റ് ഫോം എന്നുദ്ദേശിക്കുന്നത് നൈട്രജൻ, ഈ നൈട്രജനസ് ബാക്ടീരിയകളുണ്ട് മണ്ണിലും ചില പ്ലാന്റ്സിൻ്റെ റൂട്ട്സിലും കാണപ്പെടുന്നത്. അവ നൈട്രജൻ്റെ ഓക്സൈഡുകളാക്കി മാറ്റുന്നു നൈട്രജനെ. പിന്നീട് അവ പ്ലാന്റ്സ് വലിച്ചെടുക്കുന്നു. അപ്പോൾ നൈട്രജൻ പ്ലാന്റ്സിന് മോസ്റ്റ് എസെൻഷ്യൽ എലമെന്റ് ആണ്. ഓക്സിജൻ ഈസ് ദ സെക്കൻഡ് മോസ്റ്റ് പ്ലെന്റിഫുൾ ഗ്യാസ് ഇൻ ദ എയർ. നൈട്രജൻ കഴിഞ്ഞു കഴിഞ്ഞാൽ എയറിൽ ഏറ്റവും അധികം കാണപ്പെടുന്ന ഗ്യാസ് ആണ് ഓക്സിജൻ. ഹ്യൂമൻസ് ആൻഡ് അനിമൽസ് ടേക്ക് ഓക്സിജൻ ഫ്രം ദ എയർ ആസ് ദേ ബ്രീത്ത്. നമ്മൾ ശ്വസിക്കാൻ ഉപയോഗിക്കുന്ന ഗ്യാസ് ഓക്സിജൻ ആണ്. നമ്മൾ ശ്വസിക്കുമ്പോൾ ഓക്സിജൻ അകത്തേക്ക് എടുക്കുകയും പിന്നീട്
കാർബൺ ഡയോക്സൈഡ് പുറംതള്ളപ്പെടുകയും ചെയ്യുന്നു. ഡ്യൂറിങ് ഫോട്ടോസിന്തസിസ് ഗ്രീൻ പ്ലാന്റ്സ് പ്രൊഡ്യൂസസ് ഓക്സിജൻ. എന്നാൽ സസ്യങ്ങളിൽ ഫോട്ടോസിന്തസിസിന്റെ സമയത്ത് നാം പുറംതള്ളുന്ന കാർബൺ ഡയോക്സൈഡ് അവ ആക്സെപ്റ്റ് ചെയ്യുകയും അതിന്റെ ബൈ പ്രൊഡക്റ്റ് ആയിട്ട് ഓക്സിജൻ എക്സൈൽ പുറത്തേക്ക് തള്ളുകയും ചെയ്യുന്നു. ഇൻ ദിസ് വേ ഓക്സിജൻ കണ്ടന്റ് ഇൻ ദ എയർ റിമെയിൻസ് കോൺസ്റ്റന്റ്. അപ്പോൾ അന്തരീക്ഷത്തിലെ ഓക്സിജന്റെ അളവ് നിലനിർത്തുന്നതിന് ഏറ്റവും കൂടുതൽ സഹായകരമാകുന്നത് പ്ലാന്റ്സ് ആണ്. കാരണം ഫോട്ടോസിന്തസിസിന്റെ സമയത്ത് അവ പുറം തള്ളപ്പെടുന്നത് ഓക്സിജൻ ആണ്. അങ്ങനെയാണ് അന്തരീക്ഷത്തിൽ ഓക്സിജന്റെ അളവ് നിലനിർത്തപ്പെടുന്നത്, റിമെയിൻസ് കോൺസ്റ്റന്റ് ആയി നിലനിൽക്കുന്നത്. അടുത്തതാണ് കാർബൺ ഡയോക്സൈഡ്. കാർബൺ ഡയോക്സൈഡ് ഈസ് അനദർ ഇമ്പോർട്ടൻറ്റ് ഗ്യാസ്. അപ്പോൾ അറ്റ്മോസ്ഫിയറിൽ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട മറ്റൊരു ഗ്യാസ് ആണ് കാർബൺ ഡയോക്സൈഡ്. ഗ്രീൻ പ്ലാന്റ്സ് യൂസ് കാർബൺ ഡയോക്സൈഡ് ടു മേക്ക് ദെയർ ഫുഡ് ആൻഡ് റിലീസ് ഓക്സിജൻ. ഫോട്ടോസിന്തസിസിൻ്റെ സമയത്ത് ഗ്രീൻ പ്ലാന്റ്സ് നമ്മൾ എക്സൈൽ ചെയ്യുന്ന കാർബൺ ഡയോക്സൈഡ് ആക്സെപ്റ്റ് ചെയ്യുകയും അവ ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യുകയും അതിൻ്റെ ബൈ പ്രൊഡക്റ്റ് ആയിട്ട് ഓക്സിജൻ റിലീസ് ചെയ്യുകയും ചെയ്യുന്നു. ഹ്യൂമൻ ഓർ ആനിമൽസ് റിലീസ് കാർബൺ ഡയോക്സൈഡ്. അപ്പോൾ സസ്യങ്ങൾക്ക് കാർബൺ ഡയോക്സൈഡ് ലഭിക്കുന്നത് ഹ്യൂമൻസിൽ നിന്നും അനിമൽസിൽ നിന്നുമാണ്. അവർ റിലീസ് ചെയ്യുന്ന കാർബൺ ഡയോക്സൈഡ് ആണ് പ്ലാന്റ്സ് ഫുഡ് പ്രിപ്പയർ ചെയ്യാനായി ആക്സെപ്റ്റ് ചെയ്യുന്നത്. ദ എമൗണ്ട് ഓഫ് കാർബൺ ഡയോക്സൈഡ് റിലീസ്ഡ് ബൈ ഹ്യൂമൻ ഓർ ആനിമൽസ് സീംസ് ടു ബി ഈക്വൽ ടു ദ എമൗണ്ട് ഓഫ് യൂസ്ഡ് ബൈ ദ പ്ലാന്റ്സ് വിച്ച് മേക്സ് എ പെർഫെക്റ്റ് ബാലൻസ്. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ എക്സൈൽ ചെയ്യുന്ന കാർബൺ ഡയോക്സൈഡ് ആണ് പ്ലാന്റ്സ് ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യാൻ ഫോട്ടോസിന്തസിസിനായി ഉപയോഗിക്കുന്നത്. അതിനാൽ തന്നെ കാർബൺ ഡയോക്സൈഡിന്റെ അളവ് ഭൂമിയിൽ അന്തരീക്ഷത്തിൽ ഒരു കോൺസ്റ്റന്റ് ആയി തുടരാൻ ഈ പ്രക്രിയ സഹായിക്കുന്നു. വ്യക്തമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇപ്പോൾ പറഞ്ഞ കോമ്പോസിഷൻ ഓഫ് അറ്റ്മോസ്ഫിയർ പെർസെൻറ്റേജിൽ എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ പറഞ്ഞു ഏറ്റവും കൂടുതൽ അറ്റ്മോസ്ഫിയറിൽ കാണപ്പെടുന്ന ഗ്യാസ് നൈട്രജൻ ആണ്. അത് 78% കാണപ്പെടുന്നു. പിന്നീട് ഏറ്റവും കൂടുതൽ രണ്ടാമതായി കാണപ്പെടുന്നത് ഓക്സിജൻ ആണ്. അത് 21% കാണപ്പെടുന്നു. പിന്നീട് കാർബൺ ഡയോക്സൈഡ് ആൻഡ് അതർ ഗ്യാസസ് 0.03%. പിന്നീട് ഇനേർട്ട് ഗ്യാസസ്. ഈ ഇനേർട്ട് ഗ്യാസസിൽ പ്രധാനമായും അന്തരീക്ഷത്തിൽ കാണപ്പെടുന്നത് ആർഗൺ ആണ്. അപ്പോൾ നിങ്ങൾ ആർഗൺ എന്ന് പഠിച്ചാലും കുഴപ്പമില്ല. അത് 0.97% കാണപ്പെടുന്നു. പിന്നീട് ഡസ്റ്റ് പാർട്ടിക്കിൾസ്, വാട്ടർ കണ്ടന്റ്, മോയിസ്ചർ എന്നിവയും 1% അടങ്ങിയിരിക്കുന്നു. ഇങ്ങനെയാണ് അപ്പോൾ അറ്റ്മോസ്ഫിയറിലെ ഗ്യാസസിന്റെ അല്ലെങ്കിൽ വിവിധ ഘടകങ്ങളുടെ കോമ്പോസിഷൻ വരുന്നത്. ഇനി കാർബൺ ഡയോക്സൈഡ് റിലീസ്ഡ് ഇൻ ദ അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ്സ് എ ഗ്രീൻ ഹൗസ് എഫക്റ്റ് ബൈ ട്രാപ്പിംഗ് ദ ഹീറ്റ് റേഡിയേറ്റഡ് ഫ്രം ദ എർത്ത്. അപ്പോൾ നമ്മുടെ ഭൂമിയിലേക്ക് സൂര്യപ്രകാശം വരുന്നത്, അതായത് ചൂടും വെളിച്ചവും വരുന്നത് സൂര്യനിൽ നിന്നാണ്. പിന്നീട് ഭൂമി ഇവ തിരിച്ച് റേഡിയേറ്റ് ചെയ്യുന്നുണ്ട്. എന്നാൽ അന്തരീക്ഷത്തിലെ കാർബൺ ഡയോക്സൈഡിന്റെ പ്രസൻസ് മൂലം ഈ റേഡിയേഷൻസ് ഭൂമിയിൽ തന്നെ ട്രാപ്പ് ചെയ്യപ്പെടുന്നു. അങ്ങനെയാണ് ഭൂമിയിൽ നമുക്ക് ജീവിക്കാൻ ആവശ്യമായ താപനില, ടെമ്പറേച്ചർ ലഭിക്കുന്നത്. ഇറ്റ് ഈസ് ദെയർഫോർ കോൾഡ് എ ഗ്രീൻ ഹൗസ് ഗ്യാസ്. അതുകൊണ്ട് തന്നെ കാർബൺ ഡയോക്സൈഡിനെ ഒരു ഗ്രീൻ ഹൗസ് ഗ്യാസ് എന്ന് വിളിക്കുന്നു. കാരണം എന്താണ്? ഭൂമിയിൽ ഒരു ഗ്രീൻ ഹൗസ് എഫക്റ്റ് ഉണ്ടാക്കുന്നത് അറ്റ്മോസ്ഫിയറിലെ കാർബൺ ഡയോക്സൈഡ് ആണ്. സോ ഇറ്റ് ഈസ് ദെയർഫോർ കോൾഡ് എ ഗ്രീൻ ഹൗസ് ഗ്യാസ് ആൻഡ് വിതൗട്ട് ഇറ്റ് ദ എർത്ത് വുഡ് ഹാവ് ബീൻ ടു കോൾഡ് ടു ലീവ് ഇൻ. അപ്പോൾ എന്താണ് കാർബൺ ഡയോക്സൈഡ് ചെയ്യുന്നത്? സണ്ണിൽ നിന്നും വരുന്ന അല്ലെങ്കിൽ സൂര്യനിൽ നിന്നും വരുന്ന ചൂടിനെ, ഹീറ്റിനെ തിരിച്ച് റേഡിയേറ്റ് ചെയ്യിക്കാതെ ഭൂമിയുടെ അറ്റ്മോസ്ഫിയറിൽ തന്നെ പിടിച്ചു നിർത്തുന്നു. ഇതിനെയാണ് ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്ന് പറയുന്നത്. ഹവവർ വെൻ ഇറ്റ്സ് ലെവൽ ഇൻ ദ അറ്റ്മോസ്ഫിയർ ഇൻക്രീസസ് ഡ്യൂ ടു ഫാക്ടറി സ്മോക്ക് ഓർ കാർ ഫ്യൂംസ് ഓർ ഹീറ്റ് റിറ്റെയിൻഡ് ഇൻക്രീസസ് ദ ടെമ്പറേച്ചർ ഓഫ് ദ എർത്ത്. എന്നാൽ അന്തരീക്ഷത്തിൽ കാർബൺ ഡയോക്സൈഡിൻ്റെ അളവ് കൂടിയാൽ, എങ്ങനെയാണ് അളവ് കൂടുന്നത്? നമ്മുടെ ഫാക്ടറികളിൽ നിന്നും പുറത്തേക്ക് വരുന്ന സ്മോക്ക് അല്ലെങ്കിൽ വാഹനങ്ങളിൽ നിന്നും വരുന്ന പുക മൂലം അന്തരീക്ഷത്തിൽ കാർബൺ ഡയോക്സൈഡിന്റെ അളവ് കൂടുന്നു. ഇത്തരത്തിൽ അളവ് കൂടിക്കഴിഞ്ഞാൽ ഈ കാർബൺ ഡയോക്സൈഡ് ട്രാപ്പ് ചെയ്യുന്ന ഹീറ്റിന്റെ എമൗണ്ടും കൂടും. അതിനാൽ തന്നെ ഭൂമിയിൽ ചൂട് വളരെയധികം കൂടും. ഇത്തരത്തിലുള്ള ഒരു അവസ്ഥയെയാണ് ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്നത്. ഈ ഗ്ലോബൽ വാർമിംഗ് മൂലം നമ്മുടെ പോളാർ റീജിയനിലെ ഐസ് എല്ലാം ഉരുകുകയും സീ ലെവൽ ഇൻക്രീസ് ചെയ്യുകയും താഴ്ന്ന പ്രദേശങ്ങളെല്ലാം വെള്ളത്തിലടിയിലായി
കൂടുതലാകാനുള്ള സാധ്യതയുമുണ്ട്. അപ്പോൾ ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ഉപകാരപ്രദമാണ്. എന്നാൽ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ അത് ഗ്ലോബൽ വാർമിംഗ് ആയി മാറുകയും പിന്നീട് നമ്മളെ തന്നെ നശിപ്പിക്കാനുള്ള രീതിയിലേക്ക് മാറ്റപ്പെടുകയും ചെയ്യുന്നു. പറഞ്ഞത് വ്യക്തമായി എന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്ട്രക്ചർ ഓഫ് ദ അറ്റ്മോസ്ഫിയർ ആണ്. അറ്റ്മോസ്ഫിയറിനെ എങ്ങനെയെല്ലാം വിഭജിച്ചിരിക്കുന്നു പല തട്ടുകളായി എന്ന് പഠിക്കാം. ദ അറ്റ്മോസ്ഫിയർ ഈസ് ഡിവൈഡഡ് ഇൻ ടു 5 layers സ്റ്റാർട്ടിംഗ് ഫ്രം ദ എർത്ത് സർഫസ്. അപ്പോൾ ഭൂമിയുടെ സർഫസിൽ നിന്നും മുകളിലോട്ട് പോകുന്തോറും അറ്റ്മോസ്ഫിയറിനെ പ്രധാനമായും 5 ലെയറുകളായി തിരിച്ചിരിക്കുന്നു. ദീസ് ആർ ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മിസോസ്ഫിയർ, തെർമോസ്ഫിയർ ആൻഡ് എക്സോസ്ഫിയർ. അപ്പോൾ 5 പാർട്ടുകൾ, 5 ലെയറുകൾ ഏതൊക്കെയാണ്? ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മിസോസ്ഫിയർ, തെർമോസ്ഫിയർ ആൻഡ് എക്സോസ്ഫിയർ. ഇനി ഓരോന്നിനെ കുറിച്ചും പഠിക്കാം. ആദ്യമായി ട്രോപ്പോസ്ഫിയർ. ദിസ് ഈസ് ദ ലെയർ, മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ലെയർ ഓഫ് ദ അറ്റ്മോസ്ഫിയർ. അപ്പോൾ ട്രോപ്പോസ്ഫിയറിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെയർ ആണ് ട്രോപ്പോസ്ഫിയർ. ഇറ്റ്സ് ആവറേജ് ഹൈറ്റ് ഈസ് 13 കിലോമീറ്റർ. അപ്പോൾ ഭൂമിയുടെ സർഫസിൽ നിന്നും 13 കിലോമീറ്റർ വരെയാണ് ഇതിൻ്റെ ആവറേജ് ഹൈറ്റ്. ദ എയർ വി ബ്രീത്ത് എക്സിസ്റ്റ് ഹിയർ. നമ്മൾ ശ്വസിക്കുന്ന വായു സ്ഥിതി ചെയ്യുന്നത് ഈ ട്രോപ്പോസ്ഫിയറിലാണ്. In this layer, all weather phenomena like rainfall, fog, hailstorm occur. അപ്പോൾ ഭൂമിയിൽ സംഭവിക്കുന്ന എല്ലാ കാലാവസ്ഥാ പ്രതിഭാസങ്ങളും, ഇടിമിന്നൽ, മഴ, മഞ്ഞ്, ഹെയിൽസ്റ്റോം, ആലിപ്പഴം എന്നിവയെല്ലാം, മേഘങ്ങൾ എന്നിവയെല്ലാം കാണപ്പെടുന്നത് ഈ ട്രോപ്പോസ്ഫിയർ എന്ന ലെയറിലാണ്. അതുകൊണ്ട് ഇത് തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിക് ലെയർ. അടുത്തത് സ്ട്രാറ്റോസ്ഫിയർ. എബവ് ദ ട്രോപ്പോസ്ഫിയർ ലൈസ് ദ സ്ട്രാറ്റോസ്ഫിയർ. അപ്പോൾ ട്രോപ്പോസ്ഫിയറിൻ്റെ മുകളിൽ കാണപ്പെടുന്ന അറ്റ്മോസ്ഫിയറിക് ലെയർ ആണ് സ്ട്രാറ്റോസ്ഫിയർ. ഇറ്റ് എക്സ്റ്റെൻഡ്സ് അപ് ടു എ ഹൈറ്റ് ഓഫ് 50 കിലോമീറ്റർ. മറ്റത് പറഞ്ഞത് 13 കിലോമീറ്റർ ആണ്. ആ 13 കിലോമീറ്റർ മുതൽ 50 കിലോമീറ്റർ വരെയാണ് സ്ട്രാറ്റോസ്ഫിയറിൻ്റെ ഹൈറ്റ്. ദിസ് ലെയർ ഈസ് ഫ്രീ ഫ്രം ക്ലൗഡ്സ് ആൻഡ് അസോസിയേറ്റഡ് വെദർ ഫിനോമിനാസ്. ഈ ലെയറിൽ ക്ലൗഡ്സ് കാണപ്പെടുന്നില്ല. ക്ലൗഡുമായി ബന്ധപ്പെട്ട മറ്റു കാലാവസ്ഥാ പ്രതിഭാസങ്ങൾ, വെദർ ഫിനോമിന ഒന്നും ഉണ്ടാകുന്നില്ല. കാലാവസ്ഥ പ്രതിഭാസങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേഘങ്ങളില്ല, അതിനാൽ തന്നെ മഴയുണ്ടാകുന്നില്ല, ഇടിമിന്നൽ ഉണ്ടാകുന്നില്ല. അതിനാൽ തന്നെ വിച്ച് മേക്സ് ഇറ്റ് മോസ്റ്റ് ഐഡിയൽ ഫോർ ഫ്ലൈയിങ് എയറോപ്ലെയിൻസ്. അപ്പോൾ എയറോപ്ലെയിൻസ് ഏത് ലെയറിലൂടെയാണ് പറക്കുന്നത്? സ്ട്രാറ്റോസ്ഫിയർ എന്ന അറ്റ്മോസ്ഫിയറിക് ലെയറിലൂടെയാണ് പറക്കുന്നത്. കാരണം എന്താണ്? ദിസ് ലെയർ ഈസ് free from clouds and associated weather phenomena. It contains a layer of ozone gas. നമ്മുടെ സൂര്യനിൽ നിന്നുള്ള UV റേസിനെ എല്ലാം തടഞ്ഞു നിർത്തി മനുഷ്യനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ലെയറാണ് ഓസോൺ ലെയർ. ഈ ഓസോൺ ലെയർ കാണപ്പെടുന്നതും സ്ട്രാറ്റോസ്ഫിയറിലാണ്. ഇനി മിസോസ്ഫിയർ. This is the third layer of the atmosphere. It lies above the stratosphere. It extends up to a height of 80 kilometer. മൂന്നാമത്തെ ലെയർ ആണ് മിസോസ്ഫിയർ. ഇത് സ്ട്രാറ്റോസ്ഫിയറിന് മുകളിൽ കാണപ്പെടുന്നു. 50 കിലോമീറ്റർ മുതൽ 80 കിലോമീറ്റർ വരെയാണ് ഇതിൻ്റെ ഹൈറ്റ്. മെറ്റിയോറൈറ്റ്സ് ബേൺസ് അപ്പ് ഇൻ ദിസ് ലെയർ ഓൺ എൻറ്ററിങ് ഫ്രം സ്പേസ്. അപ്പോൾ സ്പേസിൽ നിന്നും വീഴുന്ന മെറ്റിയോറൈറ്റ്സ്, നമ്മുടെ ഉൽക്കകളെല്ലാം കത്തിച്ചാമ്പലാകുന്നത് ഈ അറ്റ്മോസ്ഫിയറിക് ലെയറിൽ വെച്ചാണ്. കാരണം എന്താണ്? ഈ മിസോസ്ഫിയറിൽ താപനില -°C വളരെയധികം തണുപ്പുള്ള ഒരു അറ്റ്മോസ്ഫിയറിക് ലെയറാണ് മിസോസ്ഫിയർ എന്ന് പറയുന്നത്. അതിനാൽ തന്നെ കത്തി വരുന്ന ഉൽക്കകൾ, മെറ്റിയോറൈറ്റ്സ് എല്ലാം ഇവിടെ വെച്ച് കത്തിച്ചാമ്പലാകുന്നു. അതിനാൽ തന്നെ മിസോസ്ഫിയർ എന്ന അറ്റ്മോസ്ഫിയറിക് ലെയറാണ് ഉൽക്കകളിൽ നിന്നും, മെറ്റിയോറൈറ്റ്സ് നിന്നും നമ്മളെ സംരക്ഷിക്കുന്നത്. വ്യക്തമായി എന്ന് വിചാരിക്കുന്നു. ഇനി പറയാൻ പോകുന്നത് തെർമോസ്ഫിയറിനെ കുറിച്ചാണ്. ഇൻ തെർമോസ്ഫിയർ ടെമ്പറേച്ചർ റൈസസ് വെരി റാപ്പിഡ്ലി വിത്ത് ഇൻക്രീസിങ് ഹൈറ്റ്. അപ്പോൾ നമ്മൾ മിസോസ്ഫിയർ പറഞ്ഞപ്പോൾ പറഞ്ഞു അവിടെ ടെമ്പറേച്ചർ വളരെ കുറവാണ്, 0 ഡിഗ്രിയിലും താഴെയാണ്. എന്നാൽ തെർമോസ്ഫിയറിൽ ഹൈറ്റ് കൂടുന്തോറും ടെമ്പറേച്ചർ വളരെ പെട്ടെന്ന് തന്നെ ഇൻക്രീസ് ചെയ്യുന്നു. അയണോസ്ഫിയർ ഈസ് എ പാർട്ട് ഓഫ് ദിസ് ലെയർ. തെർമോസ്ഫിയറിൻ്റെ ഒരു പാർട്ടാണ് അയണോസ്ഫിയർ എന്ന് പറയപ്പെടുന്നത്. ഇറ്റ് എക്സ്റ്റെൻഡ്സ് ബിറ്റ്വീൻ 80 കിലോമീറ്റേഴ്സ് ടു 400 കിലോമീറ്റേഴ്സ്.
സെൽഷ്യസ് 80 മുതൽ 400 കിലോമീറ്റർ വരെയാണ് ഇതിൻ്റെ ആവറേജ് ഹൈറ്റ്. ദിസ് ലെയർ ഹെൽപ്സ് ഇൻ റേഡിയോ ട്രാൻസ്മിഷന് ഹെൽപ്പ് ചെയ്യുന്ന ലെയറാണ് തെർമോസ്ഫിയർ. ഇൻ ഫാക്ട് റേഡിയോ വേവ്സ് ട്രാൻസ്മിറ്റഡ് ഫ്രം ദ എർത്ത് ആർ റിഫ്ലക്റ്റഡ് ബാക്ക് ടു ദ എർത്ത് ബൈ ദിസ് ലെയർ. അപ്പോൾ നമ്മൾ ഭൂമിയിൽ നിന്നും ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്ന റേഡിയോ വേവ്സ് ഈ തെർമോസ്ഫിയർ ലെയറിൽ തട്ടി ഭൂമിയിലേക്ക് റിഫ്ലക്റ്റ് ചെയ്യപ്പെടുന്നു. അതിനാൽ തന്നെ ഈ തെർമോസ്ഫിയർ എന്ന ലെയറാണ് റേഡിയോ ട്രാൻസ്മിഷന് ഹെൽപ്പ് ചെയ്യുന്നത്. അയണോസ്ഫിയർ എന്ന് പറയുന്നത് ഈ തെർമോസ്ഫിയർ ലെയറിൻ്റെ ഒരു ഭാഗമാണ്. ഇനി അവസാനത്തേതാണ് എക്സോസ്ഫിയർ. ദ അപ്പർ മോസ്റ്റ് ലെയർ ഓഫ് ദ അറ്റ്മോസ്ഫിയർ ഈസ് നോൺ ആസ് എക്സോസ്ഫിയർ. ദിസ് ലെയർ ഹാസ് വെരി തിൻ എയർ. അപ്പോൾ ഏറ്റവും അവസാനത്തെ അറ്റ്മോസ്ഫിയറിക് ലെയർ ആണ് എക്സോസ്ഫിയർ. ഇതിന് വളരെ തിന്നായിട്ടുള്ള എയർ മാത്രമേ ഉള്ളൂ. വളരെ കട്ടിക്കുറവാണ് ഈ ഭാഗത്തുള്ള എയറിൻ്റെ ലെയറിന്. ലൈറ്റ് ഗ്യാസസ് ലൈക്ക് ഹീലിയം ആൻഡ് ഹൈഡ്രജൻ ഫ്ലോട്ട് ഇൻ ടു സ്പേസ് ഫ്രം ഹിയർ. ഈ ലെയറിൻ്റെ മുകളിലേക്കാണ് ഹൈഡ്രജനും ഹീലിയം പോലുള്ള ഭാരം കുറഞ്ഞ ഗ്യാസസ് ധാരാളമായി കാണപ്പെടുന്നത്. അപ്പോൾ നമ്മൾ ഇത്രയും നേരം പറഞ്ഞ ഭാഗങ്ങളിൽ ഹൈഡ്രജൻ്റെയും ഹീലിയത്തിൻ്റെയും സാന്നിധ്യം കുറവായിരുന്നു. എന്നാൽ എക്സോസ്ഫിയർ മുതൽ മുകളിലേക്ക് ഹൈഡ്രജൻ്റെയും ഹീലിയത്തിൻ്റെയും സാന്നിധ്യം വളരെ കൂടുതലാണ്. പറഞ്ഞതെല്ലാം വ്യക്തമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളാണ് ഈ ഫിഗറിൽ കൊടുത്തിരിക്കുന്നത്. ഓരോ ലെയേഴ്സ് ഏതൊക്കെയാണ്? ആദ്യം പറഞ്ഞത് ട്രോപ്പോസ്ഫിയർ, രണ്ടാമത്തേത് സ്ട്രാറ്റോസ്ഫിയർ. ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിലുള്ള ഒരു ഭാഗം, ഇത് തമ്മിൽ അതിർത്തി പങ്കിടുന്ന ബൗണ്ടറി പങ്കിടുന്ന ഭാഗത്തെയാണ് ട്രോപ്പോപാസ് എന്ന് പറയുന്നത്. അതും കൂടെ പഠിക്കണം. സ്ട്രാറ്റോസ്ഫിയറിലാണ് നമ്മുടെ ഓസോൺ ലെയർ കാണപ്പെടുന്നത്. പിന്നെ എയറോപ്ലെയിൻസ് സഞ്ചരിക്കുന്നതും സ്ട്രാറ്റോസ്ഫിയറിലൂടെയാണ്. സ്ട്രാറ്റോസ്ഫിയറിൻ്റെ മുകളിലുള്ള ലെയറാണ് മിസോസ്ഫിയർ എന്ന് പറയുന്നത്. അപ്പോൾ സ്ട്രാറ്റോസ്ഫിയറിൻ്റെയും മിസോസ്ഫിയറിൻ്റെയും ജോയിനിങ്ങിൽ വരുന്ന ആ ബൗണ്ടറിയാണ് സ്ട്രാറ്റോപാസ് എന്ന് അറിയപ്പെടുന്നത്. ഇനി മിസോസ്ഫിയറിലാണ് നമ്മുടെ മെറ്റിയോറൈറ്റ്സ് എല്ലാം കത്തിച്ചാമ്പലായി മാറുന്നത്. അപ്പോൾ ഈ ഭാഗത്ത് തണുപ്പ് വളരെയധികം കൂടുതലാണ്. -°C വളരെ കൂടുതലാണ്. അതിനാൽ തന്നെ കത്തി വരുന്ന മെറ്റിയോറൈറ്റ്സ് എല്ലാം ഇവിടെ വെച്ച് കെട്ടുപോവുകയുന്നു. അപ്പോൾ മെറ്റിയോറൈറ്റ്സിൽ നിന്നും നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ലെയറാണ് മിസോസ്ഫിയർ. മിസോസ്ഫിയറിൻ്റെ മുകളിലുള്ള ലെയറാണ് തെർമോസ്ഫിയർ. തെർമോസ്ഫിയറിൻ്റെ ഭാഗമാണ് അയണോസ്ഫിയർ. റേഡിയോ വേവ് ട്രാൻസ്മിഷന് ഹെൽപ്പ് ചെയ്യുന്ന ലെയറാണിത്. ഇനി മിസോസ്ഫിയറിൻ്റെയും തെർമോസ്ഫിയറിൻ്റെയും ഇടയിലുള്ള ഭാഗം ജോയിനിങ് വരുന്ന ബൗണ്ടറി ഭാഗമാണ് മിസോപാസ് എന്ന് അറിയപ്പെടുന്നത്. തെർമോസ്ഫിയറിൻ്റെ മുകളിൽ ഏറ്റവും അവസാനത്തെ ലെയറാണ് എക്സോസ്ഫിയർ എന്ന് പറയുന്നത്. അപ്പോൾ അറ്റ്മോസ്ഫെറിക് ലെയറിൻ്റെ ഏറ്റവും അവസാനത്തെ ലെയറാണ് എക്സോസ്ഫിയർ. ഇവിടെ എയറിൻ്റെ പ്രസൻസ് കുറവാണ്. തിൻ ലെയർ മാത്രമേ ഉള്ളൂ. ഹൈഡ്രജൻ്റെയും ഹീലിയത്തിൻ്റെയും പ്രസൻസ് ഇവിടെ മുതലാണ് ധാരാളമായി കാണുന്നത്. അപ്പോൾ പറഞ്ഞതെല്ലാം വ്യക്തമായി എന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോയിൽ നമ്മൾ ഇത്രയുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൻ്റെ പാർട്ട് 2 നാം അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യും. പറഞ്ഞതെല്ലാം വ്യക്തമായി എന്ന് വിചാരിക്കുന്നു. എൻ്റെ വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും താങ്ക് യു.